ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെസിഡ്യൂ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. റെസിഡ്യൂ. ഓക്കെ, റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് one by z minus z0 in the Lorentz expansion. ഓക്കെ, അതായത് ഒരു എഫ് ഓഫ് സെറ്റിനെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എഴുതുകയും അതിൽ 1/z മൈനസ് z അല്ലെങ്കിൽ 1/z എന്ന് പറയുന്ന ടേമിന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവട്ടെ. ഞാൻ ആദ്യം തിയറി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഫോർ എ ഫംഗ്ഷൻ f of z, if z0 is the singularity, that is pole of order m ആണെന്ന് വിചാരിക്കാം. Then residue of f of z equal to z0, ആ പോയിന്റില് എക്സ്പാൻഷൻ എഴുതി അതിന്റെ 1/z ടേമിന്റെ കോഎഫിഷ്യന്റ് ആണ് റെസിഡ്യൂ. അത് കണ്ടുപിടിക്കാൻ മറ്റൊരു ഫോർമുലയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ലിമിറ്റ് z tends to z0 1/m minus 1 factorial into d by dz. എത്രാമത്തെ? ഇത് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആവും, സെക്കൻഡ് ഡെറിവേറ്റീവ് ആവും, തേർഡ് ഡെറിവേറ്റീവ് ആവും. എത്രാമത്തെ ഓർഡർ ഡെറിവേറ്റീവ് ആണ്? m-1th ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അതായത് ഇപ്പോൾ പോൾ ഓഫ് ഓർഡർ 2 ആണെങ്കിൽ 2-1th ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. പോൾ ഓഫ് ഓർഡർ 3 ആണെങ്കിൽ 3-1th ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ്, d² by dz. അതാണ് ഇതിന്റെ മീനിങ് ഓഫ് വാട്ട്? d by dz ഓഫ് എന്താണ്? z minus z0 raised to m into f of z. Okay, the whole term is applied to the limit. E equation is very, 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 very important. Okay, ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഭീകരനായിട്ടൊക്കെ തോന്നും, പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ 2-3 ബ്രാക്കറ്റ് ഒക്കെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഈ ബ്രാക്കറ്റ് ഒന്നും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഇനി മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞു, ഒന്നുകിൽ 1/z കോഎഫിഷ്യന്റ് എടുത്താൽ മതി. രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. മൂന്നാമത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഇഫ് f of z is of the form g of z by h of z, അതായത് ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്, provided both are analytic. ഇത് നമ്മളുടെ ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുന്ന രണ്ടുപേരും അനലിറ്റിക് ആണെങ്കിൽ
ദെൻ നമുക്ക് മറ്റൊരു ഫോർമുല ഉപയോഗിക്കാം. എഫ് ഓഫ് z ഈക്വൽ ടു z0-ലെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് z ടെൻസ് ടു z0 g ഓഫ് z ബൈ h ഡാഷ് ഓഫ് z. അതായത് മേലത്തെ ആളെ അങ്ങനെ തന്നെ നിർത്തുകയും താഴത്തെ ആളുടെ ഡെറിവേറ്റീവ് എഴുതിയ ശേഷം ആ സെഡിന്റെ സ്ഥാനത്ത് രണ്ടുപേർക്കും z0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെസിഡ്യൂ. ഇങ്ങനെ 3 മെത്തേഡുകളാണ് നമുക്ക് റെസിഡ്യൂ കാണാനായിട്ട് നിലവിലുള്ളത്. ഓക്കെ, നിങ്ങൾ ഇതിനുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏത് ഉപയോഗിക്കുന്നതാണ് മെച്ചം എന്നുള്ളത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് സെർച്ച് ചെയ്താൽ ഒരുപാട് സോഴ്സസ് ഉണ്ട്. നെറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം കിട്ടും. നെറ്റ്, ജസ്റ്റ്, TIFR, ഈവൻ IIT ജാമിന് വരെ വളരെ ചില സമയത്ത് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ PGയുടെ CUET എക്സാംസ് ഉണ്ട്. പിന്നെ PhD എക്സാംസ് പല യൂണിവേഴ്സിറ്റികളിൽ നടത്തും. അവരുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം കിട്ടും. താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ചെയ്തിട്ട് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമോ നോക്കാം. സോ ഫസ്റ്റ് എക്സാമ്പിൾ 1. Example 1. Calculate the residue of, find the residue of e raised to z by z minus 1 the whole square. Okay, now നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആൻസർ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതിന്റെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കാം. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ്ഡ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. പുട്ട് സെഡ് മൈനസ് 1 ഈക്വൽ ടു യു. Then z is equal to u plus 1. Then f of z can be written as e raised to u plus 1 divided by u square. U plus 1 ne e into e raised to u എന്ന് എഴുതാം, divided by u square വരും. e into e by u square into, okay, e raised to u എന്ന് പറഞ്ഞാൽ 1 plus u square by 2 factorial plus u cube by 3 factorial plus etc. This can be written as e into u അകത്തേക്ക് കൊടുത്താൽ 1 by u square plus 1 by u plus u ഇല്ല അടുത്തതില് 1 by 2 factorial എന്ന് വരും. One by 2 factorial plus u divided by 3 factorial plus etc. നോക്കൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇവിടെ 1 by uന്റെ കോഎഫിഷ്യന്റ് എന്താ? ഇവിടെ ഒന്നുമില്ല, 1 അല്ല. പക്ഷെ പുറത്ത് e കിടക്കുന്നുണ്ട്. സോ ഈ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കോഎഫിഷ്യന്റ് വരിക e ആണ്. സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് z ഈക്വൽ ടു 1 അല്ലെ? z ഈക്വൽ ടു 1 ലാണ് ഇവിടെ പ്രശ്നം. 1 മൈനസ് 1 അല്ലേ 0 ആവുക എന്ന് പറയുന്നത് എന്താണ്? e ആണ്. നോക്കൂ, എങ്ങനെയാ എഴുതിയത്? ഈ 1 by uവിന്റെ കോഎഫിഷ്യന്റ് ആരാ? ബ്രാക്കറ്റിലേക്ക് e മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ e ആണ് കോഎഫിഷ്യന്റ്. ഓക്കെ, സോ e ആണ് റിസൾട്ട്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, നൗ നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം.
ഒന്ന് കുറച്ച് മേലേക്ക് എഴുതി അടുത്ത ക്വസ്റ്റിന് ഇവിടെ തന്നെ എഴുതാം. അതിനാണ് കേട്ടോ. സോ റെസിഡ്യൂ ഓഫ് f of z equal to 1 is E. Example 2. Example 2 പറയുന്നത് എല്ലാം ഫൈൻഡ് ദ റെസിഡ്യൂ തന്നെയാണ് കേട്ടോ. f of z is equal to 1 by z square minus 1 the whole square. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഐ പ്രിഫർ ഈ മെത്തേഡ് എല്ലാത്തിനും ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ്. എന്നാ പിന്നെ കൺഫ്യൂഷൻസ് വേണ്ടല്ലോ. നോക്കാം. ആൻസർ ആദ്യം f of z is equal to 1 by z square minus 1 the whole square, which can be written as 1 by a square minus b square and the a plus b into a minus 1, that is z minus 1 into z plus 1. Square ഉണ്ട് രണ്ടുപേരും അല്ലെ, ഇതിന് ഹോൾ സ്ക്വയർ ഉണ്ട്, അപ്പൊ രണ്ടുപേരും സ്ക്വയർ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. Function as f of z as whole of order 2 at z equal to 1 and z equal to minus 1. Okay. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് 1 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് z ടെൻസ് ടു 1. ഇതെന്താ നമ്മൾ എഴുതിയത്? 1 by 1 minus 1 ഫാക്ടോറിയൽ അല്ലെ, m minus 1 ഫാക്ടോറിയൽ. m എന്ന് പറയുന്നത് ഹോൾ ഓഫ് ഓർഡർ 2 ആണ് അല്ലെ. ഓക്കെ, അപ്പൊ 2 minus 1 ഫാക്ടോറിയൽ into d by dz of 2 minus 1, that is 1. d by dz എന്ന് തന്നെ വരും. പിന്നെ എന്താണുള്ളത്? z minus z0 എന്ന് പറഞ്ഞാൽ 1, z minus 1 raised to m square into 1 divided by the function into f of z ആണ്. f of z എന്ന് പറഞ്ഞാൽ z minus 1 whole square into z plus 1 whole square, that is equal to limit z tends to 1 by 2 minus 1 factorial എന്ന് പറഞ്ഞാൽ 1 by 1 factorial, that is 1 itself. എഴുതേണ്ട കാര്യമില്ല. d by dz എഴുതാം, d by dz എഴുതാം. z minus 1 square z minus 1 square multiply ബാക്കി z plus 1 square താഴെ, that is 1 by z plus 1 whole square. ഇനി z plus 1 raised to minus 2 ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ലിമിറ്റ് z tends to 1. z plus 1 raised to minus 2 ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? minus 2 into z plus 1 raised to minus 3 into z plus 1 ന്റെ ഡെറിവേറ്റീവ് 1 തന്നെ. z ന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? which is equal to minus 2 into z plus 1 raised to minus 3, that is z ന് 1 കൊടുത്താൽ 1 plus 1 raised to minus 3, that is 2 raised to minus 3, that is 1 by 2. 2 raised to minus 3 എന്ന് പറഞ്ഞാൽ 1 by 2 cube ആണ്, അതറിയാലോ. x raised to minus a എന്ന് പറഞ്ഞാൽ 1 by x raised to a ആണ്, that is minus 1 by 4. Similarly, നമുക്ക് എന്ത് കാണാം? റെസിഡ്യൂ അറ്റ് f of z equal to minus 1 വരും. ലിമിറ്റ് z tends to minus 1, 1 by 1 factorial വരും, d by dz വരും, z plus 1 whole square വരും, z minus minus 1 z plus 1 whole square വരും into 1 by z minus 1 whole square into z plus 1 whole square.
സെറ്റ് പ്ലസ് വൺ സെറ്റ് പ്ലസ് വൺ സെറ്റ് പ്ലസ് വൺ വെട്ടിപ്പോയാൽ സെറ്റ് മൈനസ് വൺ വരും. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലിമിറ്റ് z ടെൻസ് ടു മൈനസ് വൺ അവിടെ ഉണ്ട്. ഡെറിവേറ്റീവ് ഓഫ് z മൈനസ് വൺ ഹോൾ സ്ക്വയർ വരും. ദാറ്റ് ഈസ് minus 2z minus 1 raised to minus 2z minus 1 cube. ഡെറിവേറ്റീവ് ഒക്കെ പെട്ടെന്ന് എടുക്കണേ. ഓക്കെ, മൈനസ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് 2 ക്യൂബ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് 2/8, ദാറ്റ് ഈസ് 1/4. ഇപ്പൊ രണ്ട് റെസിഡ്യൂസ് ആണ്, മൈനസ് 1/4 1/4. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 3. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് z പ്ലസ് 2/z² മൈനസ് 2z ആണ്. z പ്ലസ് 2 ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 2z. ഓക്കെ, ശ്രദ്ധിക്കണം, ഞാൻ ഈ സെറ്റും ടൂവും കൂടി എന്നെ മാറുന്നുണ്ട് കാണുമ്പോ. അപ്പൊ ഞാൻ പറയുന്നത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്കതിനെ എങ്ങനെ മാറ്റി എഴുതാം? താഴെ ഉള്ളതിനെ ഫാക്ടറൈസ് ചെയ്യും. z പ്ലസ് 2 താഴെയുള്ള ആളെ ഈ സീറോനോട് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് സെറ്റ് കണ്ടുപിടിക്കുക. അതാണ് പോൾസ്. ആൻസർ z പ്ലസ് 2 ഡിവൈഡ് ബൈ z സ്ക്വയർ മൈനസ് 2z 0 ആവണമെങ്കിൽ ഒന്നിൽ സെറ്റ് നമുക്ക് പുറത്തെടുക്കാം, ബാക്കി സെറ്റ് മൈനസ് 2. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ്. സെറ്റ് ഈക്വൽ ടു 0യും സെറ്റ് ഈക്വൽ ടു സെറ്റ് ഈക്വൽ ടു 2 അല്ലെ. രണ്ട് പോൾസ് ആണ്, സിമ്പിൾ പോൾ ആണ് അല്ലെ. സ്ക്വയർ ഒന്നും കാണുന്നില്ല. ഫാക്ടറൈസ് ചെയ്താൽ ഘടകങ്ങളാക്കി എഴുതി സ്ക്വയറുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യൂബുകൾ ഉണ്ടെങ്കിൽ അതാണ് അതിന്റെ പോളിന്റെ ഓർഡർ. ഓക്കെ, ഇവിടെ 1 ആണ്, സിമ്പിൾ പോൾ ആണ്. സിമ്പിൾ പോൾസ് അറ്റ് z equal to 0 and z equal to 2. ഓക്കെ, സോ നമുക്ക് f of z എങ്ങനെ എഴുതാം? z plus 2 divided by z into z minus. ഇത് ഒന്നുകിൽ നേരത്തെ എഴുതിയ പോലത്തെ ഇക്വേഷൻ വെച്ച് ചെയ്യാം, എന്നാൽ നമ്മൾ തേർഡ് മെത്തേഡ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതൊന്ന് ഉപയോഗിച്ച് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് സെറ്റ് ബൈ എച്ച് ഓഫ് സെറ്റ് ഫോർമാറ്റിൽ കിടക്കുകയാണെങ്കിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് ജി ഓഫ് സെറ്റ് ബൈ എച്ച് ഡാഷ് ഓഫ് സെറ്റ് ആണ്. ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് 0. ഓക്കെ, നമുക്ക് ഇവിടെ അറിയാം സെറ്റ് സിമ്പിൾ പോൾസ് സെറ്റ് ഈക്വൽ ടു 0 എഴുതുന്നപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 0 ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ മേലത്തെ ആള് z പ്ലസ് 2 ഡിവൈഡ് ബൈ താഴത്തെ ആളുടെ ഡെറിവേറ്റീവ്, അതായത് z സ്ക്വയർ മൈനസ് 2z ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2z മൈനസ് ഈക്വൽ ടു സെറ്റിന് 0 കൊടുത്താൽ 2 divided by minus 2, that is minus 1. Similarly, the residue of f of z is equal to 2 limit z tends to 0 z plus 2 divided by 2z minus 2. അതില് z equal to 2 ആണ് കേട്ടോ. z equal to 2 ആണ്. z equal to 0 നമ്മൾ എടുക്കില്ല. 2 കൊടുത്താൽ എന്ത് വരും? 2 plus 2 divided by 4 minus 2. That is 4 by 2 or 2. ഇത് രണ്ടുമാണ് നമ്മളുടെ റെസിഡ്യൂ. ഓക്കെ, അപ്പൊ എല്ലാ മെത്തേഡും നമ്മൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് 1-2 എക്സാമ്പിൾ കൂടി ചെയ്ത് അവസാനിപ്പിക്കാം. എക്സാമ്പിൾ 4. Sin 2z
ബൈ സെഡ് സ്ക്വയർ. ഇവിടെ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഇനി നിങ്ങളാണ് പറയുന്നത് ഇവിടെ ഏത് മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം. ദ ആൻസർ ഈസ് ലോറന്റ് സീരീസ് എക്സ്പാൻഷൻ. കാരണം നമുക്കിതിനെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സൈൻ 2z ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 1 ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു സൈൻ 2z നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. എങ്ങനെയാ സൈൻ 2z നെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 2z minus 2z whole cube divided by 3 factorial plus 2z whole raised to 5 divided by 5 factorial minus 2z whole raised to 7 by 7 factorial plus ഇങ്ങനെ ഓഡ് പവേഴ്സ് ആണ് വരിക. ഓക്കെ, അതിനെ സെറ്റ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം 2 into z by z square, that is 1 by z minus 2 by 3, 2 cube എന്ന് പറഞ്ഞാൽ 8 by 3 factorial into z cube by z square, that is z plus etc. ബാക്കി ടേമും നമുക്ക് ആവശ്യമില്ല. 1 by z ന്റെ കോഎഫിഷ്യന്റ് ആരാ? f of z equal to 0 അല്ലെ? z സ്ക്വയർ 0 ആവുന്നപ്പോഴാ z 0 ആകുമ്പോഴല്ലേ? അതെന്ന് പറഞ്ഞാൽ 1 by z ന്റെ കോഎഫിഷ്യന്റ് that is 2. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ലളിതമായത് ഏതാണ് എന്നുള്ള ബോധ്യം വരണം. എന്നാൽ അതിന് എക്സ്പീരിയൻസ് തന്നെ വേണം. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, എക്സാമ്പിൾ 5. എക്സാമ്പിൾ 5 വരുന്നത് 1 by cos z. എങ്ങനെയുണ്ട്? ഇതിന്റെ സിംഗുലാരിറ്റി കണ്ടു. ഓക്കെ, സിംഗുലാരിറ്റി എന്ന് പറയുന്നത് എവിടെ വരും? ആൻസർ cos z equal to 0 ആകുമ്പോഴാണ് സിംഗുലാരിറ്റി വരിക. ദാറ്റ് ഈസ് cos z 0, cos pi by 2 0 ആണ്. z equal to pi by 2. pi by 2 മാത്രമാണോ? അല്ല, മൈനസ് pi by 2 0 ആണ്. നമുക്ക് എന്ത് എഴുതാം? pi by 2 മൈനസ് pi by 2. പിന്നെ അത് മാത്രമേ ഉള്ളൂ? അല്ല, 3 pi by ഓഡ് pi by 2കളിലെല്ലാം കോസിന്റെ വാല്യൂ 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പ്ലസ് ഓർ മൈനസ് 2n പ്ലസ് 1 pi by 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ നമുക്ക് അതൊന്ന് നീറ്റ് ആയിട്ട് എഴുതാം. ഓഡിനെ നമ്മൾ 2n plus 1 എന്നാണ് കൊടുക്കുക. എങ്ങനെ 0യും 1ഉം 2ഉം കൊടുത്തു നോക്കും, നിങ്ങൾക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടും. z equal to plus or minus 2n plus 1 by 2. ഓക്കെ, നൗ ഇത് നമുക്കുള്ളത് ഇതിന്റെ റെസിഡ്യൂ കാണണം. ഒരിക്കലും സീരീസ് എഴുതാൻ പോയാൽ കിട്ടില്ല. കാരണം 1 by cos എന്ന് പറഞ്ഞാൽ 1 by സീരീസ് വരും. ടഫാ. പക്ഷെ നമ്മുടെ കയ്യിൽ വേറൊരാളുണ്ട്. എന്താ? എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ആയി കിടക്കുകയാണ്. ഈ ജി ഓഫ് സെഡ് ബൈ എച്ച് ഓഫ് സെഡ് ആണെങ്കിൽ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ജി ഓഫ് സെഡ് ബൈ എച്ച് ഡാഷ് ഓഫ് സെഡ്. റെസിഡ്യൂ ഇസ് ഈക്വൽ ദാറ്റ് ഈസ് 1 by cos സെഡിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ സെഡ്. ഓക്കെ, ഇസ് ഈക്വൽ ടു മൈനസ് 1 by സൈൻ സെഡ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം സെഡ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 രണ്ടിലും നോക്കാം. ഓക്കെ, സൈൻ മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. സൈൻ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, പിന്നെ എന്താ പറയുക? n ഈക്വൽ ടു 1 കൊടുത്താൽ 2 into 1 plus 1 that is 3 pi by 2. അപ്പോ മൈനസ് പ്ലസ് ഓർ മൈനസ് 3 pi by 2. ഓക്കെ, അപ്പൊ എന്ത് വരും? സൈൻ
3 pi by minus 3 pi by 2 എന്ന് പറഞ്ഞാൽ 3 pi by 2 വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ മൈനസ് 3 pi by 2 എന്ന് പറഞ്ഞാൽ +1 വരും. സൈൻ 3 pi by 2 എന്ന് പറഞ്ഞാൽ -1. നിങ്ങൾ ഈ മൈനസിന്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഏത് -pi by 2 -1 by 2 അവിടെ നിൽക്കട്ടെ. ഈ pi by 2 3 pi by 2 നോക്കൂ. pi by 2 ആവുന്നത് എപ്പോഴാ? n equal to 0 ആവുമ്പോഴാണ് 2n plus 1 എന്താവുന്നത്? 1 ആവുന്നത്. അപ്പോഴാണ് 2n plus 1 pi by 2 എന്ന് പറഞ്ഞാൽ pi by 2 ആവുന്നത്. ഇവിടെ n equal to 1 ആണ് കൊടുക്കുന്നത്. അപ്പൊ 2n plus 1 എന്ന് പറഞ്ഞാൽ 3 വരും. അപ്പൊ 3 pi by 2. അതായത് n ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം 1ഉം n ഓഡ് ആണെങ്കിൽ ഉത്തരം -1 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഇതൊക്കെ മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, ദാറ്റ് ഈസ് അതിന് 2 ഉത്തരങ്ങളുണ്ട്. -1 ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, n ഈവൻ ആവുമ്പോൾ ഉത്തരം 1 ആണ് വരിക. പക്ഷെ ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് -1 ഇഫ് n equal to even and +1 if n is odd. ഒരു കാര്യം കൂടി, നമ്മൾ -pi by 2 എടുത്തിട്ടില്ല ഫോർ തീറ്റ അല്ലെങ്കിൽ z ഗ്രേറ്റർ ദാൻ 0. അതവിടെ നോട്ട് ചെയ്ത് വെക്കണേ. എന്താണ്? നമ്മൾ മൈനസ് ആളുകളെ എടുത്തിട്ടില്ല. അതുകൊണ്ട് z ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ക്ലിയർ? എന്നാൽ നമുക്ക് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് അവസാനിക്കാം. എക്സാമ്പിൾ 6 ഒറ്റ ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് പ്രോബ്ലം ചെയ്തു. റെസിഡ്യൂവുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ടെക്സ്റ്റിലെ ഇതോടുകൂടി കംപ്ലീറ്റ് ആവാം. എക്സാമ്പിൾ 6 z സ്ക്വയർ പ്ലസ് 3z divided by z plus 1 whole square into z minus 1. റെസിഡ്യൂ കാണുക എന്നുള്ളതാണ് പണി. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് കാണും. ഓക്കെ, ആൻസർ ഞാൻ എഴുതാം. താഴെ z equal to 1 ആവും. ദാറ്റ് ഈസ് z minus 1 ആണ്. z equal to 1 സിമ്പിൾ പോൾ ആണ്. z equal to -1 z plus 1 സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്തൊരു പോൾ ഓഫ് ഓർഡർ എന്താണ്? 2 ആണ്. ഇപ്പൊ 2 പോളുകൾ നോക്കണം. റെസിഡ്യൂ അറ്റ് z equal to 1 equal to ലിമിറ്റ് z tends to 1. സിമ്പിൾ പോൾ ആണ്. 1/0 ഫാക്ടോറിയൽ ഇൻറ്റു d/dz വരില്ല ഇൻറ്റു z minus 1 into z square plus 3z divided by z plus 1 whole square into z minus 1. f of z. Okay, z minus z0 raised to m into f of z. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ലിമിറ്റ്. ലിമിറ്റ് ഒന്നും എഴുതണ്ട. എന്താ സംഭവിക്കുക? z minus 1 വെട്ടിപ്പോകും അല്ലെ? z minus 1 വെട്ടിപ്പോകും. ബാക്കി സെറ്റിന് 1 കൊടുത്താൽ 1 plus 3. 1 plus 3 is 4. 1 plus 3 is 4. And താഴെ z plus 1 the whole square, that is 4. Now residue at a z equal to -1 equal to limit z tends to -1. 1/2 minus 1 factor is again 1. Polar of order 2 ആണ്. പിന്നെ 1 തന്നെയാണ്. എന്നാൽ d/dz വരും. d/dz വരും. കാരണം 2 minus 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ d/dz വരും. പിന്നെ എന്ത് വരും? z minus -1, that is z plus 1 the whole square into f of z. Z square plus 3z by z plus 1 whole square into z minus 1. That is limit z tends to -1. ആര് വെട്ടിപ്പോകും? ഈ ആൾ വെട്ടിപ്പോകും. z പ്ലസ് സ്ക്വയറുകൾ.
ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ താഴത്തെ ഇൻറ്റു മുകളിലത്തെ ഡെറിവേറ്റീവ് മൈനസ് അല്ലെ എ ബൈ ബിയുടെ ഡെറിവേറ്റീവ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ മൈനസ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ബി ബൈ ബി സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? z മൈനസ് 1 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 3 ഡെറിവേറ്റീവ് 2z പ്ലസ് 3 മൈനസ് z സ്ക്വയർ പ്ലസ് 3z ഇൻറ്റു താഴത്തെ ഡെറിവേറ്റീവ് z മൈനസ് 1 ഡെറിവേറ്റീവ് z itself സോറി 1 itself അത് എഴുതേണ്ട കാര്യമില്ല ഡിവൈഡഡ് ബൈ z പ്ലസ് 1 the whole square. That is equal to limit z tends to minus 1. Minus 1 കൊടുത്താൽ minus 1 is minus 2 into 2z plus 1 is 1 minus z square is 1 minus 3 divided by z plus 1 എന്ന് പറഞ്ഞാൽ 2 square 4. That is minus 1 minus 2 plus 2 that is 0. Okay, ഇപ്പൊ രണ്ട് റെസിഡ്യൂസ് ആണ് വരുന്നത് 1 ഉം 0 ഉം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ ദ കൺസെപ്റ്റ് ഓഫ് റെസിഡ്യൂസ്. അടുത്തത് നമ്മൾ കൺസെപ്റ്റ് ഓഫ് റെസിഡ്യൂ ഉപയോഗിച്ചുകൊണ്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാം. ഓക്കെ, അത് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ചെയ്യാം.